ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നവീൻ വക്കീലും സഹദേവനും സംസാരിക്കുന്ന സമയത്ത് സഹദേവൻ നവീനോട് പറഞ്ഞു, ദേ സാറേ, രാത്രി കുറച്ച് പകലാക്കിയാലും കുഴപ്പമില്ല. കോടതിയിലെ ചില സംഭവങ്ങളൊക്കെ കണ്ട് എനിക്ക് നല്ല ഭയം തോന്നുന്നുണ്ട്. അപ്പോഴേക്കുമാണ് നരസിംഹ വക്കീല് വരുന്നേ. വക്കീല് വന്നിട്ട് പറഞ്ഞു, എടോ, ധൈര്യം കൊടുക്കുന്നത് താൻ എന്താടോ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല പിന്നെ സാറേ, അത് കോടതിയിൽ ആ പാവം മുത്തശ്ശിയെയൊക്കെ ചോദ്യം ചെയ്ത് വെള്ളം കുടിപ്പിക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ടാ. അപ്പോഴേക്കും നരസിംഹ വക്കീല് പറഞ്ഞു, എടോ, അങ്ങനെ പിന്നെ നമ്മളെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെളിവുകളൊക്കെ നമുക്കെതിരാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആ കേസ് ജയിക്കുമല്ലേ ചെയ്യണ്ടേ? അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതേ മുത്തശ്ശ, നമ്മൾ അങ്ങനെയാ ചെയ്യേണ്ടത്. ഈ കേസ് എന്ത് വില കൊടുത്ത് നമ്മൾ ജയിച്ചേ മതിയാവുള്ളൂ. അതാ വേണ്ടത്. എനിക്ക് അനിയൻ നന്ദുവിനെ ഒന്ന് കാണണം. സമയമൊന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോഴേക്കും നരസിംഹ വക്കീൽ പറഞ്ഞു, എത്രയൊക്കെ തെളിവ് കിട്ടാവോ അത്രയൊക്കെ ശേഖരിക്കണം. അറിയാലോ, ഇവിടെ നമ്മൾ തോറ്റു പോകാൻ പാടില്ല. നമ്മൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമല്ല തോറ്റുപോകുന്ന, അറിയാലോ, പിന്നീട് എന്താ സംഭവിക്കുന്നത്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അത് ശരിയാ. ഒരു പക്ഷേങ്കിൽ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും ശിക്ഷ കിട്ടാൻ വഴിയില്ല. പക്ഷെ അനിയുടെ കാര്യം അങ്ങനെയല്ല, അനിക്ക് ചിലപ്പോൾ ശിക്ഷ കിട്ടും. നരസിംഹ വക്കീൽ പറഞ്ഞു, അതെ, അത് ശരിയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അത് ഇല്ലാതാക്കണം. മറ്റവരുടെ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ പൊളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാമെങ്കിൽ അത് മുഴുവൻ നമ്മൾ ചെയ്യണം. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നവീനെ അല്ല ഞാൻ അനിയൻ നന്ദൂരി ഒന്ന് കണ്ടിട്ട് വരാം. സഹദേവൻ വക്കീലോട് ഞാനും കൂടെ വരാം. വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. ഈ സമയമൊന്നും ഞാൻ നോക്കുന്നില്ല, എനിക്കിപ്പം തന്നെ അവരെ കാണണം. അതും പറഞ്ഞിട്ട് നവീൻ വക്കീൽ അങ്ങോട്ടേക്ക് പോയി. നവീൻ വക്കീൽ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സഹദേവൻ പറഞ്ഞു, കോടതി പിരിഞ്ഞു കഴിഞ്ഞപ്പം നവീൻ വക്കീലിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സാറേ. അപ്പോഴേക്കും നരസിംഹ വക്കീൽ പറഞ്ഞു, അവന് മാത്രമല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഈ കേസിൽ ജയിച്ചില്ലെങ്കിൽ അറിയാലോ, ഇത് അനന്തമൂർത്തിയെ പോലെ തന്നെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. മൂർത്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ കമ്പനിയുടെ എല്ലാ കേസുകളും നമുക്ക് തരാന്ന്. സഹദേവൻ പറഞ്ഞു, അതൊരു നല്ല കാര്യമാണല്ലോ. ഞാൻ ആ കേസൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലടോ, അത് നേരത്തെ മൂർത്തി എന്നോട് പറഞ്ഞിട്ടുള്ള. പക്ഷേങ്കിൽ ഇവിടെ ജയിച്ചേ മതിയാവുള്ളൂ. അറിയാലോ, അങ്ങനെ നമ്മൾ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. ഈ രാത്രി എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. അവൻ എൻ്റെ സഹായം വേണ്ടെന്നൊക്കെ പറയും, പക്ഷെ അത് പറ്റില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കണം. കാരണം എനിക്കും ഉറക്കമുളച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, അത് ഞാനും ചെയ്യണം. അപ്പോഴേക്ക് സഹദേവൻ പറഞ്ഞു, എന്നാ ഞാൻ സാറിന് ഒരു കാപ്പി ഇട്ടുകൊണ്ട് വരാം. ആയിക്കോട്ടെ. അങ്ങനെ സഹദേവനകത്തേക്ക് കയറിപ്പോയി. അതേസമയം നരസിംഹ വക്കീല് തന്റെ മുറിയിലേക്ക് കയറി കേസിനെ കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് പഠിക്കണം. എന്തേലും എവിടെയെങ്കിലും ലൂപ്പ് കോൾ ഉണ്ടെങ്കിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നവീൻ നേരെ നന്ദുവിനെയും അനിയും കൂടെ കാണാൻ ചെല്ലുവാണ്. അങ്ങനെ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ്. ഈ കേസിൽ നമുക്ക് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതിയുള്ളൂ. നന്ദു, നീ ഒരു കാര്യം ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ ആ അനാമിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അവളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ, അവളുടെ വീടിനെ കുറിച്ചും അതുപോലെ തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും അവൾക്ക് വല്ല വഴിവിട്ട ബന്ധങ്ങളുണ്ടോ അതേക്കുറിച്ചൊക്കെ അറിയണം. അപ്പോഴേക്കും അനു പറഞ്ഞു, അവൾക്കൊരു കാമുകനുണ്ട്, സ്റ്റെഫിൻ എന്ന പേര്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അല്ല അതിന്റെ വിഷ്വൽസ് ഒക്കെ നിന്റെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ, അതുണ്ട്, അത് വേണം. അത് കൂടാതെ അവളെ പൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒപ്പിക്കണം. നീ ഇനിയിപ്പോൾ ഇതിന്റെ പിന്നാലെ ലീവ് എടുത്ത് നടന്നാലും കുഴപ്പമില്ല, നമുക്ക് അവളെ പൂട്ടിയേ മതിയാവുള്ളൂ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അതെനിക്കറിയാം നവീനേട്ടാ, എന്നെ കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചോളാം. എനിക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അറിയാലോ, നിന്റെ കുടുംബമായിട്ട് എനിക്ക് നവ്യ വന്നതിന് നവ്യയുടെ കോളേജ് മേറ്റ് അതിന് ശേഷമുള്ള ബന്ധമാണ്. പക്ഷേങ്കിൽ അങ്ങനെയല്ല, അനന്തപുരിക്കാരുമായിട്ട് മുത്തശ്ശിയൊക്കെ ആയിട്ട് കുഞ്ഞുനാളിലെ മുതലുള്ള ബന്ധമാണ്. എൻ്റെ മുത്തശ്ശനും അവരും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കേസ് ഞാൻ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീൽ കുപ്പായി ഊരി വെക്കാനായിട്ടാ എന്നോട് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ കേസ് ജയിച്ചേ മതിയാവുള്ളൂ ഏത് വിധേനയും. അപ്പോഴേക്കും അനി പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഈ കേസ് ജയിക്കണം. കഴിഞ്ഞ തവണ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി എല്ലാവരും കൂടെ കോടതി കയറ്റിയിട്ട് അങ്ങനെ വല്ലാത്ത രീതിയിൽ ഹരാസ് ചെയ്ത് കുടുംബത്തിലെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ്. അതൊക്കെ എനിക്കറിയാം. പക്ഷേങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാ പറയുന്നത്, ഈ തവണ നമുക്ക് ജയിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ, അവളെക്കുറിച്ചുള്ള ഫാസ്റ്റുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് അവളെ പൂട്ടാനായിട്ട് പറ്റുള്ളൂ. അവളുടെ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണം. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അവൾക്ക് അങ്ങനെ കുറെ ബന്ധങ്ങളുണ്ടെന്ന് എനിക്കറിയാം, അതിനെക്കുറിച്ചൊക്കെ എനിക്ക് അറിവുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ ശേഖരിക്കണം. ഒരിടത്തും ഒരു പഴുതും കിട്ടില്ല അവൾക്ക് രക്ഷപ്പെടാനായിട്ട് എന്നൊക്കെ നവീൻ പറഞ്ഞു.
അതൊക്കെ പറഞ്ഞിട്ട് നവീൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം നന്ദുവിനോട് അനി പറഞ്ഞു, നവീൻ പറഞ്ഞു കേട്ടില്ലേ, നീ വിഷമിക്കണ്ട, അവളുടെ സകല ഡീറ്റെയിൽസ് ഞാൻ തപ്പി കണ്ടുപിടിച്ചെടുത്തോളാം. അവളെ നമുക്ക് പൂട്ടിയല്ലേ മതിയാവുള്ളൂ. അത് കേട്ടപ്പം എനിക്ക് ചെറിയ സന്തോഷമൊക്കെ തോന്നി. അതിനുശേഷം കോടതി കൂടുന്ന സമയത്ത് ആദ്യമായിട്ട് വിസ്തരിക്കാനായിട്ട് കയറ്റി നിർത്തുന്ന അനിയെ വിസ്തരിക്കാൻ കയറ്റി നിർത്തിയപ്പം നവീൻ വക്കീല് ചോദിച്ചു, അല്ല അനാമിക ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത മൂലമാണ് ഒടുവില് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടെ കടന്നു വന്നേന്ന്. അതിനകത്ത് എത്രമാത്രം ശരിയുണ്ട്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അനി പറഞ്ഞു, അവള് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. അനാമിക പറഞ്ഞത് ഒരിക്കലും അങ്ങനെയല്ല. എൻ്റെ കവിതകൾ ഇഷ്ടപ്പെട്ട് അവളാണ് എൻ്റെ ആരാധികയായിട്ട് വന്നത്. അതിനുശേഷം അവൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുമായിരുന്നു. പിന്നീട് എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടുകാരുടെ മതിപ്പ് പിടിച്ചു പറ്റി. ഞാൻ പോലും അറിയാതെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്ക് അവളുടെ വീട്ടുകാരുമായിട്ട് വാക്കുറപ്പിച്ച് എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ ഞാനും അവളായിട്ടുള്ള വിവാഹം നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേങ്കിൽ അവര് മനഃപൂർവ്വമാണ് ഇതൊക്കെ ചെയ്യിച്ചത്, അല്ലാതെ ഒരിക്കലും ഞാൻ അവളുടെ പിന്നാലെ പോയിട്ടൊന്നുമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പം അനാമിക വേണുവൊക്കെയാണ് വല്ലാത്തൊരു തരിപ്പോടി ഇരിക്കുക. സത്യാവസ്ഥ അതാണ്. പക്ഷെ സത്യം കോടതി വിളിച്ചു പറയുമ്പോൾ അവർക്ക് അതുകൊണ്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ കേസ് കോടതി വളച്ചൊടിച്ചതല്ല ആണല്ലോ അവര്. ഇതേ സമയം നവീൻ ചോദിച്ചു, അല്ല അപ്പൊ എനിക്ക് ഇഷ്ടമില്ലാതെയാണ് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചല്ലേ? അതേന്ന് പറയണേ. പിന്നീടുള്ള ചോദ്യമായിട്ട് നേരെ ആദർശിന്റെ നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ് നവീൻ നയനയോട് ചോദിച്ചു, അല്ല വാദിഭാവം വക്കീല് ഇവിടെ വാദിച്ചിട്ടുണ്ടായിരുന്നു, അവിടുത്തെ അനന്തപുരിയിലെ സ്ത്രീകളൊക്കെ അടിമത്തം അനുഭവിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അനാമയ്ക്ക് മുമ്പേ ആ കുടുംബത്തിലേക്ക് വന്നതാണല്ലോ നയന, അവിടുത്തെ സ്ഥിതി എന്താണ്? നിങ്ങൾ അവിടെ അടിമത്തം അനുഭവിച്ചാണോ മുന്നോട്ട് പോകുന്നത്? ഇപ്പോഴും അതേ സ്ഥിതിഗതികളൊക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമി പറഞ്ഞു, അനാമിയല്ല നയന പറഞ്ഞു, ഒരിക്കലും അല്ല, അങ്ങനെ അടിമത്തം അനുഭവിക്കുന്നവരല്ല ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ അനന്തപുരിയിലെ മെയിൻ ഡിസൈനർ ആകൂലായിരുന്നു മൂർത്തി ജ്വല്ലറിയുടെ. കാരണം ഞാൻ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം എൻ്റെ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവിടെയുള്ളവരാണ് എന്നെ മൂർത്തി ജ്വല്ലറി ഡിസൈനർ ആക്കിയത്. ഒരു പക്ഷേ ഞാൻ അടിമത്തം അനുഭവിക്കുന്ന സ്ത്രീയാണെങ്കിൽ ഒരിക്കലും എനിക്ക് അത്രയും വലിയ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അവിടെ സ്ത്രീകൾക്ക് ഒരിക്കലും അടിമത്തം ഇല്ലെന്നുള്ള കാര്യം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെ പല്ലെറുമ്പി ഇരിക്കുവാണ് അനാമിക. എന്തേലും ചെയ്യാൻ പറ്റുമോ? നയനി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്കൊന്നും അനാമിക പ്രതീക്ഷിച്ചില്ല. പിന്നീട് ജഡ്ജിന് മുമ്പാകെ നവീൻ വക്കീല് പറഞ്ഞു, അത് അടിമത്തം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീകൾ അനന്തപുരി സ്ത്രീകൾ അടിമത്തം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നയന കമ്പനിയുടെ മെയിൻ ഡിസൈനർ ആവില്ല. അത് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി കാണും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദകുമാർ വക്കീലിനെ അങ്ങോട്ട് സഹിച്ചില്ല. നന്ദകുമാർ വക്കീല് പറഞ്ഞു, അതെ ഈ പറയുന്ന നയന നേരത്തെ ഒരു ആർട്ട് ഗാലറി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ കമ്പനിയുടെ മെയിൻ ഡിസൈനർ ആകാനായിട്ട് പറ്റിയത്. അവരുടെ ആ ഒരു ഇതിനെ ചൂഷണം ചെയ്യുവാണ് കമ്പനിയുടെ MD ആയ ആദർശ് ചെയ്തത് എന്ന് വാദിച്ചു. അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു, അതെ പ്രോസിക്യൂഷന് കുറെ സമയം തന്നിട്ടുണ്ടായിരുന്നല്ലോ വാദിക്കാനായിട്ട്, ഇനിയിപ്പം നവീൻ വക്കീല് പറയട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് എന്തേലും പറയാൻ പറ്റുമോ നന്ദകുമാറിന്റെ വായടഞ്ഞു. താങ്ക് യു പറഞ്ഞു നവീൻ വക്കീല്. കാരണം ഇടയ്ക്ക് കയറിയത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നവീനാണെങ്കിലും. മുമ്പ് ഇതുപോലെ തന്നെ നന്ദകുമാർ വാദിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി കഴിഞ്ഞപ്പം നന്ദകുമാർ വലിയ ആള് കളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന. അപ്പൊ പിന്നെ ഇവിടെ ഇടയ്ക്ക് കയറേണ്ട കാര്യം അയാൾക്കില്ലല്ലോ. അതിനുശേഷം നവീന് നയനയോട് ചോദിച്ചു, അല്ല അനന്തപുരി പോലുള്ള വലിയൊരു തറവാട്ടില് പെൺകുട്ടികൾ പുറത്തുപോയി ജോലി ചെയ്യേണ്ട സമ്പാദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെങ്കില് ഇവിടെ അങ്ങനെയല്ല. നയന അവിടുത്തെ മെയിൻ ഡിസൈനർ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മെയിൻ ഡിസൈനർ ആയിട്ട് ഒരു കാരണവശാലും സ്ത്രീകളെ അടിച്ചമർത്തുന്നവരാണെങ്കിൽ അതിന് സമ്മതിക്കില്ല. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയല്ല സ്ഥിതിഗതികൾ. അപ്പോഴേക്കും നയന പറഞ്ഞു, ഒരിക്കലും എന്നെ അവിടെ ആരും അടിച്ചമർത്തിയിട്ടില്ല. എന്നെ എന്നല്ല അവിടുത്തെ ഒരു സ്ത്രീകളെ അടിച്ചമർത്തി വെച്ചിട്ടില്ല. എൻ്റെ വിജയത്തിന് പിന്നിൽ എൻ്റെ ഭർത്താവായ ആദർശേട്ടനാണ്. എനിക്ക് താല്പര്യമില്ലായിരുന്നു ഡിസൈനറായിട്ട് വരാനായിട്ട്. പക്ഷെ ആദർശേട്ടൻ നിർബന്ധിച്ച മൂലമാണ് എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എനിക്ക് ഇത്ര മാത്രം ഉന്നതിയിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു പക്ഷേങ്കിൽ ആ കുടുംബത്തിലുള്ള എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും കമ്പനിയുടെ മെയിൻ ഡിസൈനർ ആവാനായിട്ട് സാധിക്കില്ല. അതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്ക് സന്തോഷമായി. അനാമികയും വേണു പരസ്പരം നോക്കുവാണ്. അതിനുശേഷം ആദർശിനോട് നവീൻ ചോദിച്ചു, അല്ല അനഘ എന്ന പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പോട് പറയുന്നുണ്ടായിരുന്നല്ലോ. അല്ല അനഘയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഇല്ലാന്ന് പറയണ. അല്ല അപ്പൊ അനഘയിൽ നിങ്ങൾക്കൊരു കുട്ടിയുണ്ടെന്ന് പറയുന്നല്ലോ, ചന്തുമോള്. അത് നിങ്ങളുടെ കുട്ടിയല്ലേ? അല്ല. അപ്പൊ പിന്നെ നിങ്ങൾ അവളെ ഏറ്റെടുത്തോ? അത് പിന്നെ എന്റെ മകളല്ല അവളെ. പക്ഷെ എങ്കിലും ഞാൻ അവളെ ഏറ്റെടുത്തതിന് ശേഷം ഞാൻ അവളെ മകളെ പോലെ കരുതുന്നേ. അവൾ എന്റെ മകളാണ്. അപ്പോഴേക്കും അനാമികയും വേണു ഒക്കെ പരസ്പരം നോക്കുവാണ്.
അല്ല അതെന്ത് വായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ചോദ്യം. ആ കുട്ടിയുടെ അച്ഛൻ ആരാ? നിങ്ങളല്ലെങ്കിൽ പിന്നെ ആ കുട്ടിയുടെ അച്ഛൻ ആരാന്നുള്ളത് കാര്യം അറിയണമല്ലോ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അത് മറ്റൊരാളാന്ന് പറയാണ്. വേണു അനാമികയൊക്കെ ഞെട്ടിലോടെ നോക്കുവാണ്. ആ സമയത്ത് നവീൻ സഹദേവൻ വക്കീലിനെ നോക്കി. അപ്പോഴേക്കും സഹദേവൻ എന്ത് ചെയ്തു? കുറച്ച് രേഖകൾ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. ഇതേ ചന്തമോളുടെ ജനനത്തെ സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് അത് കോടതിയിലേക്ക് കൊടുക്കുകയാണ്. കാരണം DNA ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെയാന്ന് തോന്നുന്നത്. കോടതിയെ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കണമല്ലോ. അങ്ങനെ അത് കൊടുത്തു. കോടതിക്ക് അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ജഡ്ജിന് അതെല്ലാം ബോധ്യമായി. അതിനുശേഷം നവീൻ വക്കീൽ പറഞ്ഞു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരാളെ കൂടി വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒടുവില് വേണുവിനെ വിളിക്കുവാണ്. വേണു അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുവാണ്. അനാമയ്ക്ക് ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്താ ഏതാ എങ്ങനെയാന്ന് ചോദ്യങ്ങളൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വേണുവിനെ വിസ്തരിക്കാൻ കയറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ വേണു അങ്ങനെ കൈയൊക്കെ കൂപ്പി താഴ്മയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് നവീൻ വക്കീൽ ചോദിച്ചു അല്ല നിങ്ങൾക്ക് എന്താണ് ജോലി? ഞാനൊരു ഫിനാൻസ് സ്ഥാപനം നടത്തുവാണ്. ഫിനാൻസ് സ്ഥാപനം? അതെ, ഇപ്പോഴല്ല പിന്നെ എപ്പോഴായിരുന്നു? അത് പിന്നെ ഒരു 10 വർഷം മുമ്പ്. ഓ 10 വർഷം മുമ്പ്. അപ്പൊ ഇപ്പം നിനക്ക് ജോലിയൊന്നും ഇല്ലേ? അത് പിന്നെ ഇപ്പോഴൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ജീവിക്കണേ? അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ട്. ഓക്കെ ആയിക്കോട്ടെ. പിന്നീട് ചോദിച്ചു ഒരു ജയനെ നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. ജയൻ വർക്കല. അത് പിന്നെ ഞാന് അല്ല അറിയാവോ ഇല്ലയോ അതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി. അറിയാന്ന് പറയാണ്. അല്ല എങ്ങനെയാണ് അയാളുമായിട്ടുള്ള പരിചയം? അയാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം കടം വാങ്ങിയിട്ടില്ലേ? കടം വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു കൊടുത്തോ? തിരിച്ചു കൊടുത്തു. അതൊക്കെ സെറ്റിൽ ചെയ്താണ്. പണം കടം വാങ്ങി തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് അയാൾ നിങ്ങൾക്കെതിരെ 2015 ഓഗസ്റ്റ് 10 കോടതി കേസ് കൊടുത്തത്? അല്ല അതിനുശേഷം നിങ്ങൾ റിമാൻഡിലാകുകയും ചെയ്തല്ലോ. അപ്പോഴേക്കും വേണുവിന് ഉത്തരം മുട്ടി. അപ്പോഴേക്കും വേണുവിനോട് നവീൻ വക്കീൽ പറഞ്ഞു അയാൾ കൊണ്ട കേസ് കൊടുത്ത നിങ്ങൾ അവിടുത്തെ സ്ഥിര സന്ദർശനായിരുന്നു ആ വീട്ടിലെ. അയാളുടെ ഭാര്യ യാമിനിയുമായിട്ട് നിങ്ങൾ അടുപ്പത്തിലായി. ഒടുവിൽ അയാൾ അത് പിടികൂടി കഴിഞ്ഞപ്പം നിങ്ങളത് സമ്മതിച്ചില്ല. ഒടുവിൽ അയാൾ നിങ്ങൾക്കെതിരെ കൊണ്ട് വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ട് കൊണ്ട് കേസ് കൊടുത്തു. അങ്ങനെ നിങ്ങൾ റിമാൻഡിലായി. ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം വേണു പറഞ്ഞു അത് പിന്നെ കുറച്ച് തെറ്റിദ്ധാരണയുടെ പുറത്ത്. എന്താണെങ്കിലും ശരിയാണോ അല്ലയോ? അതേന്ന് സമ്മതിക്കേണ്ടി വന്നു. പിന്നീട് പറഞ്ഞു നിങ്ങൾക്ക് ആറ്റിങ്ങിലുള്ള ഒരു നിർമ്മലയെ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. ആ പേര് കൂടെ കേട്ട് കഴിഞ്ഞപ്പം വേണുവിനാണെങ്കിൽ സർവ്വ നിയന്ത്രണം വിട്ടു. എങ്ങനെയെങ്കിലും കോടതിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് ഓടിയാൽ മതിയെന്നായി. അനാമിക നാണം കെട്ടിട്ട് മുഖം മറച്ചിങ്ങനെ ഇരിക്കുക. ആരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റില്ല. അനന്തപുരിക്കാർ മുഴുവൻ നിറഞ്ഞിരിക്കുവാണല്ലോ. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നൊരു ചിന്ത മാത്രമേ അനാമികയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവസാനം ആ നിർമ്മലയിൽ നിങ്ങളെ കോടതി കയറ്റിയില്ലേ എന്ന് നവീൻ വക്കീൽ ഒരു ചോദ്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേണു ഒന്നും മിണ്ടാ നിന്നു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു ഇതാണ് സാർ പരാതിക്കാരിയുടെ പശ്ചാത്തലം. അതും കൂടെ കോടതിയെ നവീൻ വക്കീൽ ബോധ്യപ്പെടുത്തുവാണ്. പിന്നീട് നവീൻ വക്കീൽ വേണുയോട് ചോദിച്ചു അല്ല താങ്കളുടെ പേരിൽ എത്ര കേസുകൾ കോടതിയിലുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അയാളൊന്നും മിണ്ടിയില്ല. കൃത്യമായിട്ട് അറിയത്തുണ്ടായിരിക്കില്ലേ. എന്നാൽ 10ഓളം കേസുകളുണ്ട്. പണം പലരിൽ നിന്നും വാങ്ങിയിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ അവര് കേസ് കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. തനിക്ക് കേസും ഇതും കാര്യങ്ങളൊന്നും പുത്തിരിയല്ല. കാരണം കോടതി കയറി ഇറങ്ങി നടക്കുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ കക്ഷി എന്ന് പറഞ്ഞാണ്ട് സമൂഹത്തില് നിലയും വിലയും ഉള്ളതാണ് അനന്തപുരിക്കാര്. തനിക്കിങ്ങനെ തന്റെ മകളെ വെച്ചൊരു കേസ് കൊടുത്ത് എവിടെയെങ്കിലും പോയിരുന്നാ മതി. അങ്ങനെ താന് അതുവഴി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേങ്കില് അനന്തപുരിക്കാർ അങ്ങനെയല്ല. സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പെട്ടിരിക്കുകയാണ്. പിന്നീട് ആ കേസുകളുടെ തെളിവുകളും കാര്യങ്ങളും എല്ലാം കോടതിയിൽ ഹാജരാക്കുകയാണ്. കോടതിക്ക് അതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടു. വേണു നന്ദകുമാരൻ നടത്തിയ ഓരോ കളികളും അങ്ങനെ പൊട്ടി പാളീസായി പോവാണ്. അതിനുശേഷം പറഞ്ഞു അല്ല അതവിടെ നിൽക്കട്ടെ. തങ്ങളെ വിളിച്ചോണ്ട് പോയിട്ട് തല്ലീന്നോ വക്കീൽ ഓഫീസിൽ വെച്ച് തല്ലീന്നോ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടല്ലോ. അതിനെക്കുറിച്ച് എന്താ താങ്കൾക്ക് പറയാനുള്ള എന്ന് ചോദിക്കുകയാണ്. അല്ല കോംപ്രമൈസിനായിട്ട് മൂർത്തി സാറ് വന്നെന്നും പറയുന്നു. എന്താ അതിലെന്താ സത്യാവസ്ഥ? എന്താ 20 കോടി രൂപ തങ്ങൾക്ക് തരാന്ന് പറഞ്ഞെന്ന്. അപ്പോഴേക്കും വേണു നന്ദകുമാർ വക്കീലിനെ നോക്കി. നന്ദകുമാർ വക്കീൽ പറഞ്ഞോളാൻ പറയണം. അപ്പോഴേക്കും വേണു പറഞ്ഞു ശരിയാ, കോംപ്രമൈസിന് വേണ്ടിയിട്ടാണ് മൂർത്തി സാറ് എന്നെ കണ്ടിട്ട് വന്ന്. അതും വക്കീൽ ഓഫീസിൽ വെച്ച്. വക്കീലാണെങ്കിൽ ആകെപ്പാടെ വെപ്രാളപ്പെട്ടിരിക്കുക നന്ദകുമാർ. അല്ല എന്നിട്ടോ എനിക്ക് 25 കോടി തരാന്ന് പറഞ്ഞു. അല്ല അതിന് വല്ല തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അതിന് വക്കീൽ സാറ് തെളിവായിരുന്നു പറയണം. ഒരു സാക്ഷിയായിരുന്നു. ഓ അങ്ങനെ. എന്നിട്ടോ 25 കോടി തനിക്ക് തന്നോ? ഇല്ല 25 കോടി തന്നില്ല. പക്ഷെ തന്റെ കർണത്തടിച്ചെന്നോ മറ്റോ പറയുന്ന കേട്ടല്ലോ. അതെ വക്കീൽ ഓഫീസിൽ വെച്ച് അങ്ങനെ സംഭവിച്ചു. അപ്പോഴേക്കും നേരെ നന്ദകുമാർ വക്കീലിന്റെ അടുത്തേക്ക് എന്നിട്ട്
ചോദിച്ചു. അല്ല, അങ്ങനെയാണെങ്കിൽ അതിന്റെ CCTV ദൃശ്യങ്ങളും മറ്റും കാണുമല്ലോ. 25 കോടി രൂപ മൂർത്തി സാറ് കൊടുക്കാന്ന് പറയുന്നതിന്റെ അതിന്റെ CCTV ദൃശ്യങ്ങൾക്ക് തങ്ങൾക്ക് തെളിവായിട്ട് ഹാജരാക്കാൻ പറ്റുമോ നവീൻ വക്കീൽ ചോദിച്ചു. അപ്പോഴേക്കും നന്ദകുമാർ കുടുങ്ങൂലോ. നന്ദകുമാർ പറഞ്ഞു, അന്നത്തെ ദിവസം CCTV കേടായിരുന്നു, വർക്കല്ലായിരുന്നു പറയണം. ഓ അങ്ങനെ, അപ്പൊ അവിടെ CCTV വർക്കല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വർക്കായിട്ടുള്ള ഒരു ക്യാമറ ഉണ്ടായിരുന്നു അന്ന് അവിടെ. അതിനകത്ത് കുറച്ച് ദൃശ്യങ്ങളുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നാകെ ഹാജരാക്കുവാന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺഡ്രൈവ് അങ്ങോട്ട് കൂടെ കോടതിയിലേക്ക് കൊടുക്കുവാണ്, ജഡ്ജിന് മുന്നാകെ. ആകെപ്പാടെ വെട്ടി വീണ അവസ്ഥയിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് അനാമികയും വേണുവും നന്ദകുമാറും ഒക്കെ. അവർക്കൊന്നും മനസ്സിലായില്ല. ആ സമയത്ത് നവീൻ മൂർത്തിമുത്തശ്ശനെ നോക്കി. മൂർത്തിമുത്തശ്ശൻ മനസ്സിലിങ്ങനെ ആലോചിച്ച്, കാരണം മൂർത്തിമുത്തശ്ശൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ല. അന്ന് വക്കീൽ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് ഡ്രൈവറിനോട് ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഞാന് അങ്ങോട്ടേക്ക് കയറി പോവുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ താൻ ക്യാമറയിൽ ഒപ്പണം. ചിലപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങൾ കിട്ടിയെന്ന് വരത്തില്ല, ശബ്ദമോ കിട്ടുള്ളൂ. എന്നാലും എല്ലാ സംഭവങ്ങളും ഒപ്പിയെടുത്തേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നിട്ട് പുറത്ത് നിന്നിട്ട് അയാൾ അവിടെ അകത്ത് നടന്ന കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പകർത്തുകയോ ചെയ്തേ. അപ്പൊ ആ ഒരു സംഭവമാണ് പെൺഡ്രൈവ് കൊണ്ടേ കൊടുത്തത്. അങ്ങനെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് വ്യക്തമായിട്ടുണ്ട്, വേണു 10 കോടിയല്ല എനിക്ക് 20 കോടി വേണമെന്നൊക്കെ പറയുന്നത്. അയാളുടെ കള്ളത്തരങ്ങളെല്ലാം അങ്ങോട്ട് പൊളിയുവാണ്. അപ്പോഴേക്കും വേണു ഒരു അന്താളിപ്പോട് കൂടിയിട്ട് വെപ്രാളപ്പെട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേനും മൂർത്തിമുത്തശ്ശൻ ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുകയാണ്, ഒരു വിജയിച്ചവന്റെ ഒരു ചിരി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇനി ഇതിന്റെ ബാക്കി വാദം നടക്കാൻ പോകുന്നുള്ളൂ, അനാമികയെ വിസ്തരിക്കാൻ പോകുന്നുള്ളൂ. അതിന്റെ വിശേഷങ്ങൾ നാളെ ആയിരിക്കും കേട്ടോ. അതിന്റെ സംഭവ ബഹുലമായ നിമിഷങ്ങളുമായിട്ട് വൈകുന്നേരം ഞാൻ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.